ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂടൈൻമെൻറ്റ് വിത്ത് ആദി. 2024 നടന്ന വെറ്റിനറി സർജൻ ഗ്രേഡ് 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത സുവോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് എക്സ്പ്ലനേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 5. Aldosterone act on distal convoluted tubule and collecting duct of nephron. Statement 1. It increases sodium absorption. 2. It increases potassium absorption. 3. It increases sodium excretion. 4. It increases potassium excretion. Which all above statements about aldosterone action on DCT are correct? Options: A. Both 1 and 2 are correct. B. Both 1 and 3 are correct. C. Both 1 and 4 are correct. D. Both 3 and 4 are correct. നെഫ്രോണിൻ്റെ കളക്ടിംഗ് ഡക്റ്റിലും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലുള്ള ആൾഡോസ്റ്ററോണിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ അഡ്രിനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്റ്റിറോയിഡ് ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ കിഡ്നിയുടെ ട്യൂബ്യൂൾസിലാണ്. ഇത് കിഡ്നി ട്യൂബ്യൂൾസിൽ, അതായത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും അതുപോലെ തന്നെ കളക്ടിംഗ് ഡക്റ്റിലും ഒക്കെ സോഡിയത്തിൻ്റെ റീ അബ്സോർപ്ഷനെയും അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ സെക്രീഷനെയുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമുക്കവിടെ ആൻസർ കിട്ടി. സോഡിയം റീ അബ്സോർപ്ഷനും പൊട്ടാസ്യം സെക്രീഷനുമാണ്. ആൽഡോസ്റ്ററോൺ ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് കോർട്ടിക്കൽ കളക്ടിംഗ് ട്യൂബ്യൂളിലെ പേസോലാറ്ററൽ സൈഡിലുള്ള സോഡിയം പൊട്ടാസ്യം ATPase പമ്പിനെയാണ് ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്. സോ ഈ സോഡിയം പൊട്ടാസ്യം ATPase ആക്ടിവേറ്റ് ആകുമ്പോൾ അവിടെ സോഡിയത്തിൻ്റെ റീ അബ്സോർപ്ഷനും പൊട്ടാസ്യത്തിൻ്റെ സെക്രീഷനും നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് വരുന്നൊരു പോയിൻ്റാണ് അഡിസൺസ് ഡിസീസ്. അഡ്രിനൽ കോർട്ടക്സ് ഇൻസഫിഷ്യൻസി ആണ് അഡിസൺസ് ഡിസീസിന് കാരണം. ഇതിൻ്റെ ഒരു സിംറ്റമായിട്ട് വരുന്നതാണ് ഹൈപ്പർകലീമിയ. ഹൈപ്പർകലീമിയ മീൻസ് പൊട്ടാസ്യം ലെവൽ ഇൻ ബ്ലഡ് ഹൈ ആവുന്ന കണ്ടീഷൻ, അതായത് ബ്ലഡിലെ പൊട്ടാസ്യം ലെവൽ കൂടുന്നതിനെയാണ് ഹൈപ്പർകലീമിയ എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ആൽഡോസ്റ്റിറോണ് ATPase സോഡിയം പൊട്ടാസ്യം ATPase വെച്ചിട്ട് സോഡിയത്തിൻ്റെ പുനരാകിരണം, ദാറ്റ് ഈസ് സോഡിയം റീ അബ്സോർപ്ഷനും പൊട്ടാസ്യം സെക്രീഷനുമാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഈ അഡിസൺസ് ഡിസീസിൽ സോഡിയം കൂടുതലായിട്ട് നഷ്ടപ്പെടുന്ന ഒരു കേസാണ് വരുന്നത്. സോഡിയം കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുകയും പൊട്ടാസ്യം കൂടുതലായിട്ട് റീ അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സോ അങ്ങനെ ശരീരത്തിലെ ബ്ലഡിൽ പൊട്ടാസ്യം ലെവൽ കൂടിയിട്ടുണ്ടാവുന്ന ഒരു കേസാണ് ഹൈപ്പർകലീമിയ. ഇത് അഡിസൺസ് ഡിസീസിൻ്റെ ഒരു സിംറ്റമാണ്. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 4 are correct. ദാറ്റ് ഈസ് aldosterone increases sodium absorption and fourth option it increases potassium excretion. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 6. SA node is the pacemaker of heart because കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. 1. SA node has large number of voltage gated sodium ion channels. 2. SA node has large number of potassium leaky channels. 3. SA node has a lower RMP compared to other cardiac cells. 4. SA node has large number of sodium leaky channels. Out of the above statements, which all statements are correct? Options: A. Both 1 and 2 are correct. B. Both 1 and 3 are correct. C. Both 2 and 3 are correct. D. Both 3 and 4 are correct. SA നോഡിനെ ഹാർട്ടിൻ്റെ പേസ് മേക്കർ ആക്കാൻ കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. SA node എന്ന് പറഞ്ഞാൽ ഇസ് എ സ്മോൾ മാസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽ ഫൈബേഴ്സ് ആൻഡ് ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ റൈറ്റ് ഏട്രിയത്തിൽ നമ്മുടെ സുപ്പീരിയർ വീനക്കാവിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അടുത്തായിട്ടാണ് ഈ SA node കാണപ്പെടുന്നത്. ആൻഡ് ഇതിൻ്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റിനെ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ളതാണ്. ഇനി എന്താണ് ഇതിനൊരു നാച്ചുറൽ പേസ് മേക്കർ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഈ SA നോഡിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്നുണ്ട്. SA node generates electrical impulses automatically and these impulses initiate each heartbeat. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബോത്ത് 3 and 4 are correct. ദാറ്റ് ഈസ് SA node has lower RMP compared to other cardiac cells and SA node has large number of sodium leaky channels. ഇവിടെ RMP എന്ന് ഉദ്ദേശിക്കുന്നത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെയാണ്. SA നോഡിൻ്റെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അപ്രോക്സിമേറ്റ്ലി -55 to -60 MV ആണ്, വിച്ച് ഇസ് അൺസ്റ്റേബിൾ ആൻഡ് സ്പോണ്ടേനിയസ്ലി ഡീപോളറൈസസ് ഓവർ ടൈം. ആൻഡ് ദിസ് പേസ്മേക്കർ പൊട്ടൻഷ്യൽ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ RMP ഓഫ് അതർ കാർഡിയാക് സെൽസ്. അതായത് മറ്റ് കാർഡിയാക് സെൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പേസ് മേക്കർ പൊട്ടൻഷ്യൽ ലെസ് നെഗറ്റീവാണ്. ബിക്കോസ് SA നോഡ് മെംബ്രെയിൻ ഈസ് മോർ പെർമിബിൾ ടു സോഡിയം ആൻഡ് കാൽഷ്യം അയോൺസ്. SA നോഡിൽ സോഡിയം ലീക്കേജ് ചാനൽസ് കാണപ്പെടുന്നുണ്ട്. മെയിനായിട്ട് SA നോഡിലേക്കുള്ള സോഡിയം ലീക്കേജ് നടക്കുന്നത് HCN ചാനൽസ് വഴിയാണ്. എന്ന് വെച്ചാൽ ഹൈപ്പർ പോളറൈസേഷൻ ആക്ടിവേറ്റഡ് സൈക്ലിക് ന്യൂക്ലിയോടൈഡ് ഗേറ്റഡ് ചാനൽസ്. അപ്പോൾ ഈ ഒരു ചാനൽ വഴിയാണ് കൂടുതൽ സോഡിയം ഇൻഫ്ലക്സ് വരുന്നത്. സോഡിയം ഇൻഫ്ലക്സ് കൂടുന്ന കേസിൽ റെസ്റ്റിംഗ് ലെവലിൽ നിന്ന് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഗ്രാജുവലി റൈസ് ആവുകയാണ് ചെയ്യുന്നത്. SA നോഡിൻ്റെ ഡീപോളറൈസേഷൻ എത്ര ഫാസ്റ്റായിട്ടാണ് നടക്കേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് സോഡിയം ചാനൽസിലൂടെയുള്ള ഈ ഒരു ലീക്കേജ് റേറ്റ് ആണ്. ഇത് നമ്മുടെ ഹാർട്ട് റേറ്റിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻവേർഡ് കറണ്ട് എസ് എ നോഡിനെ സ്പോണ്ടേനിയസ്ലി ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നു, ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ. ഇതാണ് അതിനെ ഈ എസ് എ നോഡിനെ ഹാർട്ടിൻ്റെ നാച്ചുറൽ പേസ് മേക്കറാക്കി മാറ്റുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എസ് എ നോഡിനെ പേസ് മേക്കർ ആക്കാൻ കാരണം അതിന് ലോവർ RMP ആണ് കമ്പയർഡ് ടു അതർ കാർഡിയാക് സെൽസ്. ഓൾസോ ഇറ്റ് ഹാസ് ലാർജ് നമ്പർ ഓഫ് സോഡിയം ലീക്കി ചാനൽസ്. ഈ കാരണങ്ങളൊക്കെ തന്നെ എസ് എ നോഡിനെ സെൽഫ് എക്സൈറ്റേഷൻ എന്നുള്ള ഒരു ക്യാരക്ടർ കൊടുക്കുകയും ഹാർട്ടിൻ്റെ ആ ഒരു റിതം നിലനിർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് എസ് എ നോഡിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയാൻ കാരണം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 7. Sickle cell anemia is due to options A. Alteration in pyrrole ring of HB, option B. Alteration in alpha chain of globin, C. Alteration in beta chain of globin, D. Alteration in gamma chain of globin. ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിക്കിൾ സെൽ അനിമിയ ഈസ് ഡ്യൂ ടു ആൾട്രേഷൻ ഇൻ ബീറ്റ ചെയിൻ ഓഫ് ഗ്ലോബിൻ. എന്നാലും നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്രോണിക് ആയിട്ടുള്ള ഒരു സിംഗിൾ ജെൻ ഇൻഹെറിറ്റഡ് RBC ഡിസോർഡർ ആണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇത് ഹീമോഗ്ലോബിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റീനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു. ഒരു നോർമൽ RBC എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഫ്ലെക്സിബിൾ ഡിസ്ക് പോലെയാണ്. പക്ഷേ സിക്കിൾ സെൽ ഡിസീസിൻ്റെ കേസിൽ RBC ബിക്കം ക്രസൻറ്റ് ഷേപ്ഡ് ഓർ ഒരു സിക്കിൾ അരിവാളിൻ്റെ ഷേപ്പിലേക്കായിട്ട് മാറുന്നു ഡ്യൂ ടു ജനറ്റിക് മ്യൂട്ടേഷൻ ഇൻ ഹീമോഗ്ലോബിൻ. ഒരു നോർമൽ RBCക്ക് ബ്ലഡ് വെസലിലൂടെ ഫ്രീലി ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ സിക്കിൾഡ് RBCസിനാണെങ്കിൽ അതിന് നോർമൽ RBCയെ പോലെ ബെൻഡ് ചെയ്യാനോ ഈസിലി മൂവ് ചെയ്യാനോ കഴിയുന്നില്ല. ഇത് മറ്റു ബോഡി പാർട്സിൽ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവുന്നതിന് കാരണമാവുന്നു. എന്താണ് സിക്കിൾ സെൽ അനിമിയയുടെ കാരണമെന്ന് നോക്കാം. ക്രോമസോം നമ്പർ 11 വരുന്ന HBB ജീനിൽ വരുന്ന മ്യൂട്ടേഷനാണ് സിക്കിൾ സെൽ ഡിസീസിന് കാരണമാവുന്നത്. ഈ HBB ജീനാണ് ബീറ്റ ഗ്ലോബിൻ ചെയിന് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹീമോഗ്ലോബിന് 4 പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് ആണുള്ളത്. 2 ആൽഫ ഗ്ലോബിൻ സബ് യൂണിറ്റും 2 ബീറ്റ ഗ്ലോബിൻ സബ് യൂണിറ്റും. ഈ ബീറ്റ ഗ്ലോബിൻ സബ് യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് HBB ജീന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ HBB ജീനിൽ വരുന്ന മ്യൂട്ടേഷൻസ് ആണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാക്കുന്നത്. ബീറ്റ ചെയിനിലെ 6th പൊസിഷനിൽ വരുന്ന അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. നോർമൽ ആയിട്ടുള്ള ഒരു HBയിൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡാണ് കാണപ്പെടുക. എന്നാൽ സിക്കിൾ സെൽഡ് ആയിട്ടുള്ള ഒരു RBCയിൽ 6th പൊസിഷനിലെ ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്ത് അവിടെ വാലിനാണ് വരുന്നത്. സോ ഇവിടെ ഒരു പോയിൻ്റ് മ്യൂട്ടേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോയിൻ്റ് മ്യൂട്ടേഷൻ ദാറ്റ് ഈസ് A എന്നത് T ആയിട്ട് മാറുകയാണ്. ആ ഒരു പോയിൻ്റ് മ്യൂട്ടേഷൻ അവിടെ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിനെ കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഇത് ബീറ്റ ചെയിനിൽ മാറ്റം വരുത്തുകയും നോർമൽ RBC സിക്കിൾഡ് RBC ആയിട്ട് മാറുകയും ചെയ്യുന്നു. RBC സിക്കിൾ ഷേപ്പിലേക്ക് ആകുമ്പോൾ അവിടെ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന കപ്പാസിറ്റി വളരെ കുറയാണ്. അത് ബോഡിയിൽ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കാൻ കാരണമാകുന്നു. മറ്റ് സിംറ്റംസ് വരുന്നത് പെയിന്, അനീമിയ, ജോണ്ടിസ്, സ്ട്രോക്ക്, ഓർഗൻ ഫെയിലിയർ ഇതൊക്കെയാണ്. ഇതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ബോത്ത് പാരൻസും സിക്കിൾ സെൽ ജീൻ ക്യാരിയിങ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവുകയുള്ളൂ. ആ ഒരു കേസിൽ ഒരു സിക്കിൾ സെൽഡ് അല്ലാത്തതും സിക്കിൾ സെൽ ട്രേറ്റ് ഉള്ളവരുമായിട്ടുള്ള കുട്ടികളും അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള കുട്ടിയും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ട്രൈബൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന 10 സ്പെഷ്യൽ പ്രോബ്ലംസിൽ ഒന്നാണ് സിക്കിൾ സെൽ അനീമിയ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ 2047 കൂടിയിട്ട് സിക്കിൾ സെൽ ഡിസീസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നൊരു എയിമോട് കൂടിയിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ NSCEM. ഈ ഒരു പദ്ധതിയിൽ സ്ക്രീനിങ്, പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സിക്കിൾ സെൽ അനീമിയാണ് വരുന്നത്. സിക്കിൾ സെൽ അനീമിയയെക്കുറിച്ച് മാക്സിമം പോയിന്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസിനും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും അത് കമൻ്റ് ആയിട്ട് അറിയിക്കാം. താങ്ക്